സാജുവിൻ്റെ പെട്ടെന്നുള്ള മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന സിനി, അലൻ, ലെന, മറ്റു മിത്രാദികൾ, ദുഃഖിതരായിരിക്കുന്ന സുഹൃത്തുക്കൾ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഒരു ജീവിത രഹസ്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. സാജു പെട്ടെന്ന് നമ്മളെല്ലാവരും പോകുന്നു. ജനനം പലപ്പോഴും നമുക്ക് സന്തോഷവും കുറച്ചുകൂടെയെങ്കിലൊക്കെ മനസ്സിലാക്കുവാൻ എളുപ്പമുണ്ട്. മരണം അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ ബുദ്ധിക്കും ഒരുപക്ഷെ വിശ്വാസത്തിന് തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ ജീവിത രഹസ്യത്തിൽ പങ്കുകൊള്ളുന്ന നമ്മൾ പാടുകൾ നമ്മളൊക്കെ ഈ വാതിലൂടെ കടക്കേണ്ടവരാണ്. ഈ രഹസ്യത്തിൽ പങ്കുകൊള്ളുമ്പോൾ നമുക്ക് പരസ്പരം ഈ കുടുംബാംഗങ്ങളെ നമുക്കെല്ലാവർക്കും ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന വഴി അവരോടൊന്നിച്ചുള്ള അവരുടെ വേദനയിൽ, വേർപാടിൽ അവരെ കഴിയുന്നതും പ്രാർത്ഥനയിലൂടെയും മറ്റ് സഹായത്തിലൂടെയും നമുക്ക് അവരെ ശക്തിപ്പെടുത്താം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിനും മക്കൾക്കും നാട്ടിൽ സാമൂഹിക വേർപാട് ചേർന്നിരിക്കുന്ന കാർമിക സുഹൃത്തുക്കൾ അവരെല്ലാം ഓർത്ത് നമുക്ക് ഈ രീതിയിൽ പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ആദ്യമേ കുർബാനയാണ്. കുർബാനയ്ക്ക് ശേഷം വിചാരിച്ച് പറയും. അതിനുശേഷം നമ്മുടെ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്തും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഓഫീസിന് ശേഷം എല്ലാവർക്കും മൃതശരീരം വണങ്ങി പോകാനുള്ള അവസരമുണ്ട്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ കമ്മിറ്റിയുടെ ഫൈനാൻസ് കൺവീനറായിരുന്ന
സ്റ്റീവനേജിലെ ഓരോ വീടും കയറിയിറങ്ങിയത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് വേണ്ട സമയത്ത് ഓരോ കമ്മിറ്റി അംഗങ്ങൾക്കും പ്രചോദനം തന്നതും സജുവായിരുന്നു. സജുവിൻ്റെ പെട്ടെന്നുള്ള ഈ വേർപാട് സ്റ്റീവനേജിലെ മലയാളി കമ്മ്യൂണിറ്റിക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. ഇത്രമാത്രമല്ല, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് മാതൃഇടവകയായ മീനച്ചിൽ സെൻറ് ആൻ്റണീസ് ഇടവകയുടെ പുനരുദ്ധാരണത്തിലും സജീവ പങ്കാളിയായിരുന്നു. സെൻറ് ജോസഫ് ചർച്ചിൻ്റെ അലങ്കാരത്തിന് ആവശ്യമായ പൂക്കൾ തൻ്റെ തിരക്ക് വകവയ്ക്കാതെ പള്ളിയിൽ എത്തിച്ചു കൊടുത്തിരുന്നതും സജുവായിരുന്നു. ആ സജുവാണ് ഇന്ന് പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട് ഈ പെട്ടിക്കുള്ളിൽ നിദ്ര പ്രാപിക്കുന്നത്. സജുവിൻ്റെ ഈ വേർപാടിൽ വേദനിക്കുന്ന സിനിക്കും കുഞ്ഞുങ്ങൾക്കും നാട്ടിലുള്ള മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഇവിടെയും നാട്ടിലുള്ള ബന്ധുമിത്രാദികൾക്കും സ്റ്റീവനേജ് മലയാളി കമ്മ്യൂണിറ്റിയുടെ പേരിലും സെൻറ് ജോസഫ് ഇടവകയുടെ പേരിലും ഫാദർ ഡെന്നീസ്, ഫാദർ തോമസ്, സിസ്റ്റർ ജെറാൾഡി, സെൻറ് വിൻസെൻ്റ് ഈക്വൽ സ്കൂളിൻ്റെ ഹെഡ് ടീച്ചർ മിസ്സസ് റോസിൻ്റെ പേരിലും സ്റ്റീവനേജിന് പുറത്തുനിന്നും ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നമ്മുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സിനിക്ക് കുഞ്ഞുങ്ങൾക്കും സ്റ്റീവനേജിലെ മലയാളി കമ്മ്യൂണിറ്റിയാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ ഭാവിയിലും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സജു നമ്മെ വിട്ട് താൽക്കാലികമായി വേർപിരിഞ്ഞുവെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും കണ്ടുമുട്ടുമെന്നുള്ള ഉറച്ച പ്രത്യാശയിൽ നമുക്ക് സജുവിനെ യാത്രയാക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്ദി. ആരാധിച്ചു വണങ്ങുന്നു.